നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയർ ടിപ്പായിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആവുന്നുണ്ട്, അതുപോലെ ഹെയർ പൊട്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ്. അതിനായിട്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അലോവേരയും തേങ്ങാപ്പാലും വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. നമുക്കതിന് മെയിനായിട്ട് വേണ്ടത് രണ്ട് സാധനങ്ങൾ മാത്രമാണ്, ഈ അലോവേരയും തേങ്ങാപ്പാലും. പിന്നെ നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിപ്പൂ ആയാലും ഉപയോഗിക്കാം. എല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയാണ്, അതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ അലോവേറ ജെല്ലൊക്കെ എടുക്കുമ്പോൾ ഫ്രഷ് ജെല്ല എടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഫ്രഷ് അലോവേറ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുമ്പത്തായിട്ടൊരു മഞ്ഞ കളർ കറ ഉണ്ടാകും. ആ കറ നിങ്ങൾ കളഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പോകുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനായിട്ട് ആ കറ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഒരു അരമണിക്കൂറൊക്കെ ഈ അലോവേറ കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് അലോവേറ ആദ്യം അലോവേറ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. ഇതിൻ്റെ തൊണ്ടയ്ക്കില്ല, നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇത് നമുക്ക് ഒരാഴ്ചയിൽ 2 ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അടുപ്പിച്ച് നിങ്ങൾ യൂസ് ചെയ്യരുത്, 2 ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇത് നല്ലൊരു ഇതാണ്, നമ്മളുടെ ഹെയറിൻ്റെ ഡ്രൈ മാറ്റാനും അതിനൊക്കെ ആയിട്ട് നല്ലൊരു പറ്റിയൊരു ഇതാണ്. നമുക്കത് ഒത്തിരി പാടുമില്ലാണ്ട് നമുക്കൊരു സിമ്പിൾ ഹെയർ പാക്കാണ്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഞാൻ അലോവേറ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മുടിക്ക് നീളമൊക്കെ അനുസരിച്ച് നിങ്ങൾ അലോവേറ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. അപ്പോൾ അലോവേറയുടെ ജെല്ല് മാത്രമായി എടുത്തിട്ടുണ്ട്. ഇത് കട്ട പോലെ കിടക്കുന്നുണ്ട്, നമുക്ക് ശരിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ജെല്ല് ഫോം അതുപോലെ ആവണം. അപ്പോൾ നമുക്ക് ഇത് കട്ടകൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും പക്ഷെ എന്നാലും അത്യാവശ്യം ഇതുപോലെ വളർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓയിൽ പറ്റണ്ട കേട്ടോ. കാരണം നമുക്ക് ഈ കോക്കനട്ടിൽ ഓൾറെഡി കുറച്ച് ഓയിൽ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഓയിൽ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മൾ തൈരും ചെമ്പരത്തിപ്പൂവൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ ഓയിലൊക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യട്ടോ. നമ്മുടെ അത്യാവശ്യം നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ നമ്മുടെ കട്ട പോലെ കിടക്കുന്നുണ്ടോ, അപ്പോൾ അത് മാറാൻ വേണ്ടി നമുക്കിതൊന്ന് ഒരു കോട്ടൺ തുണിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. നമുക്ക് എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ തോർത്തുകൊണ്ടിലാണ് പിഴിയണത്. അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ജെല്ല് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്കിനി നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം. ആ കട്ടകൾ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ജെല്ലി ഫോമിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മൊത്തം പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ജെല്ലിൻ്റെ നല്ല ജെല്ലി ഫോം ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഹെയറിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇത് നിങ്ങൾ എണ്ണ യൂസ് ചെയ്യേണ്ട. ഞാൻ എണ്ണ യൂസ് ചെയ്യാണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. നമുക്കിത് അപ്ലൈ ചെയ്യാം. നമുക്കിനി ഇത് തലയോട്ടിയിൽ നന്നായിട്ട് നിൽക്കുന്ന രീതിക്ക് വേണം അപ്ലൈ ചെയ്യാൻ. നമ്മൾ കൂടുതലും തലയോട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഹെയറിൻ്റെ ഒരു ഗ്രോത്ത് എല്ലാത്തിനും പറ്റുള്ളൂ. നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മുടെ മുടിയിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിത് 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഹെയറിലേക്ക് ആ മാസ്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്കിനി ഇത് വാഷ് ചെയ്യാം. ഇതോ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കറ്റാർവാഴ ജെല്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് തൊണ്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ രണ്ടും നോക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല നമ്മൾ അരച്ചിട്ട് ഷാമ്പൂ ഉണ്ടാക്കില്ല, അതും യൂസ് ചെയ്യാം. കെമിക്കൽ ഷാമ്പൂസ് യൂസ് ചെയ്യാതെ നോക്കാം കേട്ടോ. ഇങ്ങനത്തെ വല്ലതും യൂസ് ചെയ്യുക. അതും അല്ലെങ്കിൽ ചുമ്മാ പച്ചവെള്ളം വെച്ചിട്ട് കഴുകിയാലും കുഴപ്പമില്ല, ഒന്ന് യൂസ് ചെയ്തിട്ടും കുഴപ്പമില്ല. ഞാൻ ഇതിട്ടിട്ടാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി വാഷ് ചെയ്തിട്ട് കാണാം. നമ്മളിത് പറ്റിയെന്ന് വെച്ചിട്ട് മാത്രം നമുക്ക് ഹെയറിന് നല്ല ഡ്രൈനെസ് മാറണമെന്നില്ല. നമ്മളത് കെയർ ചെയ്യണം. രാത്രിയിൽ നമ്മൾ കിടക്കാനേക്കാൾ മുമ്പ് ചെറുതായിട്ട് ഓയിലൊക്കെ നമ്മൾ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡ്രൈനെസ് പകുതിയോളം കുറയും. പിന്നെ ഇത് നമുക്ക് ഹെയർ മസാജ് ചെയ്യുക. ഹെയർ നമ്മൾ നന്നായിട്ട് കെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അന്നേ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പാക്ക് പറ്റിയെന്ന് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ അത് മാറണമെന്നില്ല. നമ്മളത് ഒരു ദിവസം പറ്റിയാൽ തന്നെ നമുക്കത് മാറി കിട്ടില്ല. നിങ്ങളിത് കുറച്ച് ദിവസം ട്രൈ ചെയ്യുക. എനിക്കിത് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടാനാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. നമ്മളിത് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മുടി മസാജ് ചെയ്യുക, ഓയിലൊക്കെ പറ്റി കൊടുക്കുക. പറ്റി കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് റിസൾട്ടും കിട്ടും. എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കുന്നത്.
അപ്പോൾ നമ്മുടെ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് തന്നെ എടുത്തിട്ട് ഇത് ഉണങ്ങണം. നിങ്ങൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്തൊന്നും ഉണക്കരുത്, അതൊക്കെ നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ നനഞ്ഞിരിക്കുന്ന മുടി ചീകരുത്. ചീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ മുടി പൊട്ടിപ്പോകാനൊക്കെ നല്ല ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. തന്നെ ഉണങ്ങാൻ വിടുക. തന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ എൻ്റെ ഹെയർ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ അഴിച്ചിട്ട് തന്നെ ഉണക്കിയതാണ്. ഇതുപോലത്തെ ഹെയർ കെയർ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നമുക്ക് ചെയ്യാം. ഹെയർ ജെല്ലും ഹെയർ ടോണറും അതിൻ്റെ സിറം ഒക്കെ ഉണ്ടാക്കുന്നത് നാച്ചുറലായിട്ട് ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയും, നമുക്ക് ചെയ്യാം. ഇതുപോലത്തെ നാച്ചുറലായിട്ടുള്ള ഹെയർ കെയർ ടിപ്സും കുക്കിംഗ് വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.